ഹായ് എവ്രി വൺ, വെൽക്കം ടു പ്രെഡിക്ട് പ്രിസിഷൻ. നമുക്കിന്ന് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന ചില ഭക്ഷ്യവസ്തുക്കളെ കുറിച്ച് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് ആണ്. പ്രത്യേകിച്ചും കൊളാജൻ ഉണ്ടാകുവാൻ ലൈസീൻ, പ്രോലൈൻ, ഹൈഡ്രോക്സി പ്രോലൈൻ എന്നീ അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അതായത് നമുക്ക് ഏതൊക്കെ ഫുഡ് കഴിച്ചാൽ ഇവയ്ക്ക് ശരീരത്തിൽ എത്തും, എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ വെച്ച് കൊളാജൻ ഉണ്ടാവും എന്ന് നോക്കാം. പ്രധാനമായിട്ടും ബോൺ ബ്രോത്ത്, എല്ലിന്റെ സൂപ്പ്, ചിക്കൻ, സാൽമൺ, ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് അടുത്തത്. നട്ട്സ് ആൻഡ് സീഡ്സ്, ഗാർലിക്, ടൊമാറ്റോ. ഇത്രയും ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൊളാജൻ ഡീഗ്രഡേഷൻ തടയാൻ പറ്റും. കൊളാജൻ നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. സ്കിന്നിന്റെ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ ബോണിന്റെയും മസിലിന്റെയും ഹെൽത്തിന് കൊളാജൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കൊളാജൻ ഡീഗ്രഡേഷൻ സംഭവിക്കാതിരിക്കാൻ വൈറ്റമിൻ സിയും ആവശ്യമാണ്, ഒമേഗ ഫാറ്റി ആസിഡും ആവശ്യമാണ്. ഒമേഗ ഫാറ്റി ആസിഡ് നട്ട്സിലും ഫിഷിലും ഉണ്ട്. അതുപോലെ വൈറ്റമിൻ സി സിട്രസ് ഫ്രൂട്ട്സിലും, ടൊമാറ്റോ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പേരയ്ക്ക, നെല്ലിക്ക, ഇതിലെല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റില് റെഗുലർ ആയിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടും സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടും ഒക്കെയുള്ള കൊളാജൻ ഡീഗ്രഡേഷൻ തടയാൻ സാധിക്കും. അതായത് ഫിസിക്കൽ സ്ട്രെസ്സും മെന്റൽ സ്ട്രെസ്സും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഡീഗ്രഡേഷൻ ഉണ്ടാക്കുന്നുണ്ട്, പ്രോട്ടീൻ ഡീഗ്രഡേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടും അല്ലാതെയും ഏജ് റിലേറ്റഡ് ആയിട്ടും ഫ്രീ റാഡിക്കൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടും ഒക്കെ കൊളാജൻ ഡിസ്ട്രപ്ഷൻ സംഭവിക്കാം. സൺ ഇൻഡ്യൂസ്ഡ് ആയിട്ടും സണ്ണിലെ UV റേസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടും സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെ തടയുവാൻ ഇങ്ങനത്തെ നല്ലൊരു ഡയറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കും. കൂടാതെ നമുക്ക് എക്സ്റ്റേണലി ഉണ്ടാകുന്ന ഡാമേജ് തടയുവാൻ എക്സ്റ്റേണലി നമുക്ക് പല ഫേസ് പാക്സും, നാച്ചുറൽ ഹെർബൽ ഫേസ് പാക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് സൺ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡീഗ്രഡേഷൻ ഒക്കെ തടയാൻ സഹായിക്കും. സ്കിന്നിൽ ഉണ്ടാകുന്ന ടാനിങ് എല്ലാം മാറ്റിത്തരാം. പക്ഷെ ഇന്റേണലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന ഡയറ്റാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കുക. കീപ് ഓൺ വാച്ചിങ് പ്രെഡിക്ട് പ്രിസിഷൻ.